ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഷോപ്പിലൊന്നും പോയില്ല, അപ്പം വീട്ടിലുണ്ടായപ്പോൾ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ രാവിലെ തന്നെ മക്കൾ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. മേശമേലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് എന്തൊക്കെയോ ചെയ്യാനും സ്ക്രാപ്പ് ബുക്കോ എന്തൊക്കെ ഉണ്ടാക്കുകയാണ്. അവർക്ക് നേരം പോയി കിട്ടാൻ വേണ്ടിയിട്ട് നോമ്പാണല്ലോ, വൈകുന്നേരമായി കിട്ടണമല്ലോ. അപ്പം അതിൻ്റെ ഇതിലാണ് ഓലെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ താത്ത വന്ന് കരിവേപ്പിൻ്റെ ഇലയും ചോദിച്ചിട്ട് അപ്പോൾ കാക്ക അത് പറിച്ചു കൊടുക്കുക. കുറച്ചധികം പറിക്കാൻ പറഞ്ഞ് ഞാൻ 1-2 ആൾ വേറെയൊക്കെ ചോദിച്ചിനി. അപ്പോൾ ഓൽക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ അധികം പറിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാക്കൻ്റെ ഫോണിൽ എനിക്കൊരു കോൾ വന്നിട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഷർട്ട് ഓർഡർ ചെയ്തിനി, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൂപ്പര് പോയിട്ട് അത് അവിടെ പോയി വാങ്ങി പോകുന്നേ. അതിങ്ങനെ നിർത്തി വെക്കുക കേട്ടോ. അപ്പം നോക്കുമ്പോൾ അത് വിചാരിച്ചതല്ല, നമ്മൾ ഓർഡർ ചെയ്തതല്ല സാധനം വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. മൂപ്പരൊക്കെ തുറന്ന് ഇഷ്ടമായി. ഇന്ന് തന്നെ ഇടലും കഴിഞ്ഞിട്ടോ. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വിചാരിച്ചതല്ല, നമ്മൾ ചെയ്തതല്ലേ ഇനി വേറെ ഇനി. അപ്പം അതുകൊണ്ട് നിർത്തിയൊക്കെ നോക്കുക, അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് എന്നിട്ട് ഇന്ന് തന്നെ ഇട്ടും ചെയ്തിട്ടോ. പുതിയത് കണ്ട അപ്പം ഇടുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ അതിൽ തന്നെ ഇടലും. അങ്ങനെ ആ ഷർട്ട് ഇട്ട് മുക്കത്ത് പോയി. എനിക്കൊരു കുക്കർ വാങ്ങണ്ടിനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കത്ത് തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള ചെറിയൊരു കുക്കറേനി. ഇപ്പം കുറച്ച് വലുപ്പമുള്ള സൈസ് വാങ്ങണം എന്ന് പറഞ്ഞിനി. പിന്നെ കുറച്ച് സാധനങ്ങളും വേണം നോമ്പറക്കാൻ അമ്പലത്തിനുള്ള. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. കൂട്ടത്തിൽ ഞാൻ പറയാത്തൊരു സാധനം കൂടെ വാങ്ങിയിട്ട് വെള്ളപ്പത്തിൻ്റെ ചട്ടി അതും കൂടെ വാങ്ങിയാണ് വന്നത്. അപ്പോൾ നല്ല കണ്ടിട്ടൊക്കെ നല്ലതാണ്. ഇനി നാളെ നമുക്ക് അപ്പം ചുട്ടു നോക്കാം, അപ്പം അറിയാം നല്ലതാണോ അല്ല എന്നുള്ളത്. പിന്നെ ഇതാ പൊളിച്ചിട്ടോ. പിന്നെ കുക്കറും ഉണ്ട്, 10 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് വാങ്ങിയത്. അതും കൂടെ ഇതിൻ്റെ കൂടെ വാങ്ങിയതാണ്. പിന്നെ നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളികളൊക്കെ തൊലിച്ചൊക്കെ ഇട്ട് അതിന് നിന്ന് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ച് പിന്നെ നോക്കുമ്പോൾ പൊടി വാട്ടി. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ബ്രെഡും കോഴിമുട്ടയില്ല. അപ്പം മക്കളെ പറഞ്ഞയച്ചിട്ട് ബ്രെഡും കോഴിമുട്ടയും കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ വേഗം പൊടിയൊക്കെ വാട്ടാൻ നിന്ന്. ഓല് വരാനായപ്പോഴത്തേക്കും പത്തിരിയൊക്കെ പരത്തി വെക്കുന്നു. അപ്പോൾ അതാ ഓല് ഇങ്ങനെ അങ്ങാടി പോവാട്ടോ. ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. ഓല് പോയി ബ്രെഡും കോഴിമുട്ടയൊക്കെ വാങ്ങി. അങ്ങനെ നമ്മളവിടെ ഉള്ള പാലത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ കേട്ടോ സാധനം വാങ്ങണേ. അങ്ങനെ ഇതാ കടയിൽ പോയിട്ട് ഒക്കെ വാങ്ങി വരിക കേട്ടോ. ഇതാ വാങ്ങി, ഇതാ ബ്രെഡും ഉണ്ട് കോഴിമുട്ടയുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഓല് പീടികയിൽ വന്നപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ കൊണ്ട് വന്നപ്പോഴത്തേക്കും കറിക്കുള്ളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ച്. ബീഫ് മസാലയൊക്കെ തേച്ച് റെഡിയാക്കി ഗ്യാസുമ്മേൽ വെച്ച്. പിന്നെ കാട മസാല കൂട്ടി വെച്ചിരുന്നു. പിന്നെ ബീഫ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ബീഫ് റെഡിയാക്കി വെച്ച്. പിന്നെ പത്തിരിയൊക്കെ പരത്തി പത്തിരി പരത്താൻ കേട്ടോ. പത്തിരിയൊക്കെ ഉണ്ടാക്കൽ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാഹ്.